കോഴിക്കോട് നാദാപുരത്ത് സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഇരുനില കെട്ടിടം തകർന്നു വീണു. പുലർച്ചെ 3:30-ഓടെയാണ് അപകടമുണ്ടായത്. അപകട സമയത്ത് കെട്ടിടത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. കെ വി രാഹുൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, തകർന്ന കെട്ടിടത്തിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇത് കോഴിക്കോട് എവിടെയാണ് ഇത് നടന്നത്? എന്താണ് അപകട കാരണമായി? ബലക്ഷയമാണോ? ഇത് കല്ലാച്ചി നാദാപുരം സംസ്ഥാന പാതയോരത്തുള്ള കെട്ടിടമാണ്. ഈ കെട്ടിടത്തിന് അത്യാവശ്യം കാലപ്പഴക്കമുണ്ട്. പുലർച്ചെ 3:30 കൂടിയാണ് തകർന്നു വീണത്. പതിവായി ഈ കെട്ടിടത്തിൽ തൊട്ടടുത്തൊരു ഒഴിച്ചിൽ കേന്ദ്രമുണ്ട്. അവിടുത്തെ ജീവനക്കാരനായ അബ്ദുറഹിമാൻ ചെലവൂർ സ്വദേശി താമസിക്കുന്നതാണ്. ഇന്നലെ വൈകിട്ട് അദ്ദേഹം സ്വന്തം വീട്ടിലേക്ക് പോയി എന്നതുകൊണ്ട് ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. എന്തായാലും ഈ കെട്ടിടത്തിൻ്റെ ഭാഗങ്ങൾ ബുൾഡോസർ ഉപയോഗിച്ചിപ്പോൾ പൊളിച്ചു നീക്കുകയാണ്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഈ അബ്ദുറഹിമാൻ അവിടെ താമസിക്കുന്നതിനെ കുറിച്ച് തന്നെയാണ്. എന്തായാലും ഇന്നലെ വൈകിട്ട്, ഇന്ന് അവധി ദിവസം കൂടി ആയതുകൊണ്ട് അദ്ദേഹം വീട്ടിലേക്ക് പോയി എന്നതിനാൽ രക്ഷപ്പെട്ടു എന്നതാണ്. അതിൽ ഒരു ഭാഗമാണ് പൂർണ്ണമായും, ഇരുനില കെട്ടിടം അതിൻ്റെ ഒരു ഭാഗമാണ് പൂർണ്ണമായും തകർന്നു വീണിട്ടുള്ളത്. ബാക്കിയുള്ള ഭാഗം അപകടാവസ്ഥയിലാണ്. അതുകൂടി പരിഗണിച്ച് ഉചിതമായ തീരുമാനം, ഒന്നുകിൽ അത് സുരക്ഷ ഉറപ്പാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ അത് പൊളിച്ചു നീക്കുന്നതിനുള്ള നടപടികൾ വേണം എന്നാണ് നാട്ടുകാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഏതായാലും ഈ കോൺക്രീറ്റിന്റെ ഭാഗങ്ങൾ, കല്ലുമൊക്കെ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സംസ്ഥാന പാതയോരത്താണ് ഈ അപകടം. ഭാഗം പൂർണ്ണമായും പൊളിച്ചു നീക്കാതെ അത് സുരക്ഷിതമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. നമുക്ക് അവിടുത്തെ പ്രതികരണം കൂടി കേൾക്കാം. ഞാൻ സാധാരണ ഇതിൻ്റെ മുകളിൽ താമസിക്കുന്ന വ്യക്തിയാണ്. ഉഴിച്ചിലൊക്കെ ഉള്ളത് കൊണ്ട് രാവിലെ ഉഴിച്ചിലിന് വേണ്ടിയിട്ട് ഇവിടെ തങ്ങാറുണ്ട്. ഇന്നലെ എന്തോ ഭാഗ്യത്തിന് ഞാൻ ഇവിടുന്ന് നാട്ടിലേക്ക് പോയി. പിന്നെ രാത്രി പൂക്കുത്തങ്ങൾ വിളിച്ച് പറയുന്നു 3:40 ഇങ്ങനെ ബിൽഡിംഗ് വീണിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഉണ്ടായത്.